വഴിക്കടവിൽ അങ്ങേറ്റം ദാരുണമായ സംഭവത്തിൽ രാഷ്ട്രീയ പോര് വളരെ സജീവമായി തെരുവിൽ സജീവമാകുന്നു. ഇപ്പോൾ നേരത്തെ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF പ്രതിഷേധ മാർച്ച് കണ്ടു. ഇപ്പോൾ NDAയുടെ BJPയുടെ മാർച്ച് വനം വകുപ്പിൻ്റെ ഓഫീസിലേക്ക് നടക്കുകയാണ്. ഈ പറയുന്ന പോലെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ മുൻനിരയിലുണ്ട്. കെ സുരേന്ദ്രൻ അവിടുത്തെ BJPയുടെ കാൻഡിഡേറ്റ് അവിടെയുണ്ട്. വനം വകുപ്പ് ഓഫീസിലേക്കാണ് BJPയുടെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ അണിനിരക്കുന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആ പ്രശ്ന പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ രാഷ്ട്രീയം നല്ലതാണ് എന്നേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവട്ടെ. ഈ പറയുന്ന മേഖലകളിലൊക്കെ വന്യജീവി സംഘർഷം തുടങ്ങിയിട്ട് നാളുകളേറെയായി ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഏകപക്ഷീയമായ മൃഗവേട്ട നമ്മൾ കണ്ടു. സാധാരണഗതിയിൽ മൃഗവേട്ട എന്ന് ഉപയോഗിക്കുന്നത് മനുഷ്യൻ കാട് കയറി മൃഗങ്ങളെ നായാടുന്നതാണെങ്കിൽ ഇത് മനുഷ്യന് നേരെ ഏകപക്ഷീയമായി കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പേ പിടിച്ച മൃഗങ്ങൾ കൊന്നൊടുക്കുന്ന ദൃശ്യങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടത് വാർത്തയെ കേരളത്തിൽ അല്ലാതായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണെങ്കിലും അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ അണിനിരക്കുന്ന ഒരു സമരം നടക്കുന്നു. ആ രീതിയിൽ കൂടി അത് ദേശീയ ശ്രദ്ധയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യം. റാഫി കരീം ചെയ്യുന്നു. റാഫി, BJP മോശമാക്കുന്നില്ല. കെ സുരേന്ദ്രൻ അവരുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, അവിടുത്തെ സ്ഥാനാർത്ഥി അടക്കം എല്ലാവരും വനം വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ അണിനിരക്കുകയാണല്ലേ റാഫി? തീർച്ചയായും ഒരു ധർണ തന്നെയാണ് BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ BJPയും നടത്താൻ തീരുമാനിച്ചിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ളതായിരുന്നു BJPയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരമാണ് BJP ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഈ BJPയുടെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. ഷോൺ ജോർജ് അടക്കമുള്ള BJP നേതാക്കളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിനൊപ്പം തന്നെ BJPയുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നിലമ്പൂർ നഗരത്തിലെ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് BJP തീരുമാനിച്ചത്. അല്പസമയം മുൻപാണ് ഈ മാർച്ച് ആരംഭിച്ചത്. ഈ വിദ്യാർത്ഥിക്ക് ഈ മരണപ്പെട്ട 15 വയസ്സുകാരനായ അനന്തുവിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് BJP പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി പുറത്തെത്തിക്കണമെന്നും BJP ആവശ്യപ്പെടുന്നുണ്ട്. അല്പസമയം മുൻപ് സംസാരിച്ച ഷോൺ ജോർജ് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകാൻ തയ്യാറാകണമെന്നും ഈ മരണത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമാണ്. പ്രധാനപ്പെട്ട നേതാക്കളുടെ മുഖമൊക്കെ ഈ പറയുന്ന പ്രതിഷേധ വേദിയിൽ ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ്. അതിന് കാരണം പോയ കാലത്ത് അത്തരത്തിൽ ഒരുപാട് സംഘർഷം ഉണ്ടായപ്പോൾ ഈ നേതാക്കളുടെ മുഖമൊന്നും അങ്ങനെ പ്രധാനമായി നമ്മൾ തെളിഞ്ഞു കണ്ടിരുന്നില്ല പ്രാദേശികമായി. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ കൂടിയും പ്രധാന നേതാക്കൾ പ്രതിഷേധ മുഖത്ത് വരുന്നത് വേറെ അർത്ഥത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നുകൂടി സജീവ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് വരാനും ഒന്നുകൂടി ഗൗരവമായ കാര്യങ്ങളെ സമീപിക്കാനും ഇനി ഒരു മനുഷ്യന് ഈ പറയുന്ന പന്നിക്കണിയിൽ കുടുങ്ങിയാണെങ്കിലും ഇനി പന്നി ഇറങ്ങി വേട്ടയാടിയാണെങ്കിലും ഒരു മനുഷ്യന് ജീവൻ നഷ്ടമാകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ രാഷ്ട്രീയം നല്ലതാണ് എന്നേ പറയൂ.